ഞങ്ങളിന്ന് കന്യാകുമാരി പോവാണ്. ഇന്നത്തെ സെക്കൻഡ് ഡേ നമ്മളെ ഗസ്റ്റുമായിട്ട് ഞങ്ങളിന്ന് കന്യാകുമാരിയിൽ ബോട്ടിങ്ങിനൊക്കെ പോകാൻ പോവാണ്. അല്ലേ വിഷ്ണു? ശരി, അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ആൾറെഡി ലേറ്റായി. AC-യുടെ കാറ്റ് വരുന്നുണ്ടോ മായക്കുട്ടി? ഇത് ശുശീന്ദ്രത്തിനടുത്ത് കാണപ്പെടുന്ന മലയാണ്. നമ്മുടെ ഹനുമാൻ തൂക്കിയ മരുത്വ മലയില്ലേ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ കന്യാകുമാരിയിലെത്തി. ഞങ്ങൾ ബോട്ടിങ്ങിന് തലേന്ന് തന്നെ ബുക്കിംഗ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ 100 റുപ്പീസിൻ്റെ ബുക്കിംഗ് അത് കണ്ടില്ല, അത് കംപ്ലീറ്റായി ക്ലോസ് ആയി എന്നാണ് തോന്നിയത്. അത് 300 റുപ്പീസിൻ്റെയാണ് ഓപ്പൺ ആയിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾ വേഗത്തിൽ നടന്ന പോലെ തോന്നി. കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാ ക്യൂവും ഒരുപോലെയാണെന്ന് തോന്നി. 300 റുപ്പീസും, അതായത് സ്പെഷ്യൽ ക്യൂവും റെഗുലറായിട്ടുള്ള 100 റുപ്പീസിൻ്റെ ഇതെല്ലാം ഒരേ ലൈനായിപ്പോയി. നമ്മൾ അങ്ങോട്ട് പോകാൻ ബോട്ടിന് വേണ്ടി ഒരു 1 hour വെയിറ്റ് ചെയ്തു. തിരിച്ച് അതുപോലെ ഒരു 45 മിനിറ്റ്സ് കൂടിയാലേ ഉള്ളൂ കുറച്ച് നേരം ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ റോക്കിൽ പോയതിന് ശേഷം ഒരു 1 hourൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ഉദയാസ്തമനം കാണണം, പിന്നെ കന്യാകുമാരി ദേവിയെ കാണണം, അങ്ങനെയുള്ളവർ അതിനുവേണ്ടി മാത്രം വരണം. അല്ല റോക്കിൽ പോകണമെന്നുള്ളവർ അതിനുവേണ്ടി മാത്രം വരണം. കാരണം ഈ റോക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്യൂവിൽ നിന്ന് ഒരു ഊപ്പാട് വരും കേട്ടോ. സോ റോക്കിൽ പോകണമെന്നുള്ളവർ അതിനു വേണ്ടി മാത്രം തന്നെ വരാവൂ. അവിടെ ദേവി ക്ഷേത്രത്തിലൊന്നും പോകാനുള്ള സമയമൊന്നും കിട്ടില്ല. ചേട്ടൻ ഇത് ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈമാണോ? എപ്പോൾ പോയി ആദ്യം? 1987. ഏത് ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നത്? തേർഡ് സ്റ്റാൻഡേർഡാ? 87 മെയിൽ. ഇല്ല, ഏത് ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ? ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ കളിയിൽ സ്കൂളിൽ. ഞാനപ്പോൾ എത്ര? ഞാൻ 5th പഠിക്കുമ്പോൾ ഏത് ഇയറാണ്? 88. എനിക്ക് താടി ഇങ്ങനെ ഒതുക്കണേ കൊള്ളാം. നമ്മളിവിടെ വന്നപ്പോൾ 10:50. മണ്ണ് വാരി ഇടുകയാണ്. നമുക്കങ്ങനെ ലൈഫ് ജാക്കറ്റ് കിട്ടി. എല്ലാവരും നീ എവിടെ? വിഷ്ണു നമ്മളങ്ങനെ ബോട്ട് ഇതിന്റെ പേര് പൊതികയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആദ്യത്തത്. പക്ഷെ പോയിട്ടുണ്ട്, കടലിൽ പോയിട്ടില്ലല്ലോ. അത് വന്ന് ലേക്ക് ലോക്ഡൌണിൽ പോയിട്ടുണ്ട്. ഇവരുടെ കായലിൽ പോയിട്ടുണ്ട്. കടലിൽ നമ്മൾ ഇവരുടെ നാട്ടിൻ്റെ അടുത്ത് കായലിൽ നമ്മൾ പോയിട്ട്. അതെ, ലേക്ക് സവാരി അത് വേറെ, ഇത് വേറെ. ബോട്ട് സവാരിയാണ് കേട്ടത്. ബോട്ട് സവാരിയൊക്കെ നിറയെ ചെയ്തിട്ടുണ്ട്. കടൽ പണ ഞാൻ 1, 2, 3, 4 ഇത് 5ാമത്. ചേട്ടൻ ഇവിടെ പോയി പട്ടിയുടെ ഷൂട്ടിംഗ് സമയത്ത് എത്ര ദിവസം ബോട്ടിനകത്ത് കടലിൽ പോയിട്ടുണ്ട്. ലാഞ്ചർ ബോട്ട് അതിൽ പോയിട്ടുണ്ട്. ഈ തോണിയിൽ പോയിട്ടുണ്ട്. ഫൈബർ ബോട്ടിൽ ഒരു ലെവൽ വരെ തന്നെ പേടി. അത് കഴിഞ്ഞാൽ പേടിയിരിക്കില്ല. നമ്മളുകൊണ്ട് ആ വെളിപ്പിലിരിക്കാൻ മനസ്സ് അക്സെപ്റ്റ് ചെയ്യും. ഇവിടുത്തെ കളറ് 3 കളറാണ്.
ചേട്ടാ? 100 പേർക്ക് കയറാൻ പറ്റുമോ? ഈ തിരിച്ചു വരുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സീറ്റിലിരുന്നാൽ തന്നെ ആ വശത്തുള്ള കാഴ്ചകൾ കിട്ടുള്ളൂ. രണ്ടൊരു കവർ ചെയ്ത് തന്നെ പോകും തോന്നുന്നു. അങ്ങനെയല്ല, അവിടെ എന്തോ ബോട്ടിലൊക്കെ ഇട്ടു കേട്ടോ, കടലിൻ്റെ അകത്ത് ബോട്ടിലൊക്കെ ഇട്ടൊക്കെയാണ്. അതെല്ലാം ആൾക്കാർ ഇത് വിഷ്ണു ഇത് ആദ്യത്തെ ബോട്ട് സവാരി ഇല്ലേ? അതെ, മനസ്സിലായ സൈഡിന് ഫുള്ളറിയില്ല. അവിടെ കാണുന്ന ക്യൂ എല്ലാം തിരിച്ച് വരാൻ നിൽക്കുന്നതൊക്കെയാണ്. ആദ്യം ഇവിടെ കയറാം. പോവാ ഉള്ളേ ഇവിടെ നില്ല. ഈ തിരുവള്ളൂർ സ്റ്റാച്യു കാണാൻ പോകണമെങ്കിൽ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വഴിയാണ് പോകേണ്ടതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആക്ച്വലി വെറും ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, രണ്ട് സൈഡും കോൺക്രീറ്റ് സാധാരണ നമ്മുടെ ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ അതുവഴിയാണെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ചേട്ടന് ഭയങ്കര പേടിയാണ്, നമുക്കും പേടി തന്നെയാണ്, എങ്കിലും ഒന്ന് ശ്രമിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോർമലായിട്ടുള്ള ബ്രിഡ്ജ് തന്നെയാണ്. സെൻറ്ററിൽ മാത്രമാണ് ഗ്ലാസ് ഇട്ടിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ മുക്കാൽ ഭാഗവും അവർ മാറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം തന്നെയാണ് അവർ ഗ്ലാസ് അത് കാണിച്ചിട്ടുള്ളൂ. അതിലും ഒരു പർട്ടിക്കുലർ ഏരിയ റിബൺ കൊണ്ട് അവർ ഇത്രയും ഭാഗം അവരിങ്ങനെ പ്രൊഹിബിറ്റഡ് ഏരിയ ആയിട്ട് അങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് അങ്ങനെ വച്ചിട്ടുണ്ട്. എന്നാലും നമുക്കത് കാണാൻ പറ്റി, ഒരു ത്രില്ല് തന്നെയാണ്. പക്ഷേ അത് കാണുന്നത് നടക്കാനുള്ള ധൈര്യമൊന്നും ഇല്ല, എങ്കിലും കുറേ ആൾക്കാരൊക്കെ അവിടെ കൂടെ നടന്നുകൊണ്ടൊക്കെ ഇരുന്നു. ഞാൻ ഒരു കാല് വെച്ചപ്പോഴേ എന്നെ ചേട്ടൻ വഴക്ക് പറഞ്ഞു. വീഡിയോ എടുത്തോ, ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ ക്ലാസ്സിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് പേടിയുണ്ട്. അവളെ അച്ഛനേക്കാൾ പേടിയില്ലേ? അടി ഞങ്ങൾ കയറാൻ 266 കേട്ടില്ല. നമ്മൾ വീണ്ടും ഇറങ്ങി അപ്പുറത്ത് പോയി ബുക്ക് വാങ്ങിച്ചിട്ട് വേണം പോകാം. വിവേകാനന്ദ റോക്കിൽ ആ വിവേകാനന്ദ സ്റ്റാച്യുവിൻ്റെ സൈഡിലായിട്ടൊരു ബുക്ക് സ്റ്റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചേട്ടൻ പിന്നെ ബുക്ക് കണ്ടാൽ വെറുതെ ഇരിക്കില്ല,
ഒരു 7-8 ബുക്ക് വാങ്ങി കേട്ടോ ചേട്ടൻ. സ്വാമി വിവേകാനന്ദനെ പറ്റിയുള്ളതും പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും അങ്ങനെ കുറേ നല്ല രസമുണ്ട്. ഒന്നും വായിച്ചു തുടങ്ങിയിട്ടില്ല, അതിനും സമയം കണ്ടെത്തണം. അങ്ങനെ വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കരയിലെത്തി. ചേട്ടന് തിരുനെൽവേലിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. സോ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ തനിയായിട്ട് അങ്ങ് തിരുനെൽവേലിയിൽ പോയി. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ വീട്ടിൽ വരുന്ന വഴിക്കാണ് ഒരു പ്ലാൻ ഇട്ടു. വീടിൻ്റെ പോകുന്ന വഴിയാണ്, പക്ഷേ വീടും കഴിഞ്ഞ് പോകണം, കുറച്ച് ദൂരം പോകണം. ഒരു 8 കിലോമീറ്റേഴ്സ് കൂടെ പോയാൽ നമ്മുടെ പേച്ചിപ്പാറയിലെ പേച്ചിയമ്മ, അതായത് പേച്ചിപ്പാറ അമ്മ, അവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട് പേച്ചിയമ്മയുടെ. അപ്പോൾ അത് ക്ഷേത്രം ഇവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവരെയും കൂട്ടി പേച്ചിപ്പാറ ഡാമും കാണിച്ചു കൊടുത്തു. അത് ക്ലോസ് ചെയ്യാനുള്ള സമയമായി, മണി 5 മണിയൊക്കെ ആയി. പിന്നെ എങ്കിലും പുറത്ത് നിന്ന് കുറേ നോക്കി, വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു. സോ അവിടെയും പോയി നമ്മുടെ പേച്ചിപ്പാറ അമ്മയും പോയി കണ്ട്. ജയമോഹന്റെ ഒരു കഥയിലേ ഇന്നലെ നീല സാറ് പറയാ, നിങ്ങളിപ്പോ ശാന്തമായി ഒഴുകുന്ന ഈ പേച്ചിയാറിനെ കണ്ടില്ലേ, എന്നാൽ ഇവൾക്ക് മറ്റൊരു രൂപമുണ്ട്. ഇങ്ങനെ ഒഴുകുന്നതല്ല, നല്ല ഇടവപ്പാതിയില് എന്റെ ഓർമ്മയില് ഒരു കാട്ടാനയെ അടിച്ച് മറിച്ചിട്ട് ഇതിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ജയമോഹൻ പറഞ്ഞ അനുഭവമുള്ള ആളതെ. അപ്പൊ സാറ് പറയാ, ഈ പേച്ചീനെയും വള്ളീനെയും ഒക്കെ ഓരോ ആളായിട്ടാണ് അതിൽ കരുതിയുള്ളത്. അപ്പൊ മിഞ്ച സാഹിബിനോട് ചോദിക്കും, കൂലം കുത്തി ഒഴുകിയിരുന്ന ഞങ്ങളെ നീ പിടിച്ച് തളച്ചില്ലേ എന്ന് ചോദിക്കും. ഇതിലങ്ങനെ ഒഴുകിയായിരുന്നല്ലേ. ശ്രീമൂലം തിരുനാൾ അല്ലേ? ഇതിനാണ് തിരുവിതാംകൂർ രാജാവ്. ഇവിടെ അങ്ങനെ തന്നെ കൊരങ്ങൻ, ചൊക്ക അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങൊന്നും കാരണമുള്ള ശക്തിയില്ല കേട്ടോ. അതാണ് പേച്ചിയമ്മയുടെ കോയില്. വെള്ളം തുറന്നിട്ടില്ലേ? എന്ത് മാളിലൂട്ടില്ല അവര്. എന്ത് ഇവിടെ ഇതിപ്പോ അങ്ങോട്ട് വിടില്ല. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. അതിലൂടെ വിടില്ല. ആരെയും ബോട്ടിങ്ങിനാ ഉണ്ട്, പക്ഷേ അതിവിടെ അല്ല, ശിവലോകത്താണുണ്ട് കേട്ടാ. അത് പേച്ചിയമ്മയുടെ കഥ എഴുതാനാവും.